ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗദി അറേബ്യയിൽ ഒരാഴ്ചക്കിടെ 12,866 അനധികൃത താമസക്കാരെ നാടുകടത്തിയതായി അധികൃതർ അറിയിച്ചു. താമസം, തൊഴിൽ, അതിർത്തി സുരക്ഷ എന്നിവ നിയന്ത്രിക്കുന്നതിനുള്ള രാജ്യത്തിന്റെ വ്യാപകമായ ശ്രമങ്ങളുടെ ഭാഗമായാണ് നടപടി. രാജ്യത്തുടനീളം നിയമലംഘനങ്ങൾക്കെതിരെ അധികൃതർ പരിശോധനകളും നടപടികളും ശക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ 12,866 നിയമലംഘകരെ നാടുകടത്തിയതായും യാത്രാരേഖകൾ ലഭിക്കുന്നതിനായി 23,419 പേരെ അതത് നയതന്ത്ര കാര്യാലയങ്ങളിലേക്ക് റഫർ ചെയ്തതായും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. കഴിഞ്ഞ ആഴ്ചയിൽ മാത്രം ബന്ധപ്പെട്ട സർക്കാർ ഏജൻസികളുമായി സഹകരിച്ച് നടത്തിയ സംയുക്ത പരിശോധനാ ക്യാമ്പയിനുകളിൽ സുരക്ഷാ സേന 19,328 അനധികൃത താമസക്കാരെ അറസ്റ്റ് ചെയ്തതായി മന്ത്രാലയം സ്ഥിരീകരിച്ചു. അറസ്റ്റിലായവരിൽ 11,245 പേർ താമസ നിയമലംഘകരും 4,297 പേർ അതിർത്തി സുരക്ഷാ നിയമലംഘകരും 3,786 പേർ തൊഴിൽ നിയമലംഘകരുമാണ്. പിടിയിലായ വ്യക്തികൾക്കെതിരെയുള്ള ശിക്ഷാ നടപടികളുടെ ഭാഗമായി നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. കൂടാതെ രാജ്യത്തേക്ക് അനധികൃതമായി പ്രവേശിക്കാൻ ശ്രമിച്ച 1,360 പേരെ അറസ്റ്റ് ചെയ്തതായും അധികൃതർ വ്യക്തമാക്കി. ഇതിൽ 44% പേർ യമൻ പൗരന്മാരും 54% പേർ എത്യോപ്യൻ പൗരന്മാരും ബാക്കി 2% മറ്റ് രാജ്യക്കാരുമാണ്. ഗതാഗതം, താമസം, തൊഴിൽ എന്നീ സൗകര്യങ്ങൾ ഒരുക്കി നൽകിയ 22 വ്യക്തികളും അറസ്റ്റിലായിട്ടുണ്ട്. നിയമവിരുദ്ധമായി രാജ്യത്തേക്ക് പ്രവേശിക്കാൻ സഹായിക്കുന്നവർ, ഗതാഗതം, താമസ സൗകര്യം ഒരുക്കി നൽകൽ എന്നീ കുറ്റം ചെയ്യുന്നവർക്ക് 15 വർഷം വരെ തടവും 1 ദശലക്ഷം റിയാൽ വരെ പിഴയും നൽകേണ്ടി വരും. കൂടാതെ അത്തരം പ്രവർത്തനങ്ങളിൽ ഉപയോഗിക്കുന്ന വാഹനങ്ങളും സ്വത്തുക്കളും കണ്ടുകിട്ടും. മക്ക, റിയാദ്, കിഴക്കൻ പ്രവിശ്യ എന്നിവിടങ്ങളിലുള്ളവർ 911 എന്ന നമ്പറിലും രാജ്യത്തുടനീളമുള്ള മറ്റ് പ്രദേശങ്ങളിൽ 999 അല്ലെങ്കിൽ 996 എന്ന നമ്പറിലും വിളിച്ച് നിയമലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്യണമെന്ന് ആഭ്യന്തര മന്ത്രാലയം രാജ്യത്തെ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. എൻട്രി വിസയുടെ കാലാവധി കഴിഞ്ഞിട്ടും സ്പോൺസർഷിപ്പിന് കീഴിലുള്ള പ്രവാസി തൊഴിലാളികളുടെ യാത്രാവിവരം റിപ്പോർട്ട് ചെയ്യാത്ത സ്പോൺസർമാർക്ക് 6 മാസം വരെ തടവും 50,000 റിയാൽ വരെ പിഴയും ലഭിക്കുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. കുവൈറ്റിൽ വിവിധ ജോലികൾക്കായി സമർപ്പിക്കപ്പെടുന്ന യോഗ്യതാ സർട്ടിഫിക്കറ്റുകളിലെ വ്യാജന്മാരെ കണ്ടെത്താൻ ശക്തമായ നടപടിയുമായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം. രാജ്യത്ത് ജോലി തേടിയെത്തുന്നവർ നൽകുന്ന അക്കാദമിക്, പ്രൊഫഷണൽ യോഗ്യതകൾ ഒറിജിനൽ ആണോ എന്നറിയാൻ ഇത് പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നതിൽ നൈപുണ്യമുള്ള വിദേശ കമ്പനിയുമായി കരാറിൽ കുവൈറ്റ് അധികൃതർ ഒപ്പുവെച്ചു. വിദ്യാഭ്യാസ, തൊഴിൽ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ അവയുടെ പ്രാഥമിക സ്രോതസ്സിൽ നിന്നും പരിശോധിക്കുന്നതിൽ വൈദഗ്ധ്യം നേടിയ പ്രമുഖ അന്താരാഷ്ട്ര കമ്പനിയായ ക്രോഡാബെ വെരിഫിക്കേഷൻ സർവീസസുമായാണ് കുവൈറ്റ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം സഹകരണ കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ, ശാസ്ത്ര, ഗവേഷണ മന്ത്രി ഡോക്ടർ നാദിർ അൽ ജലാലിന്റെ നേതൃത്വത്തിലായിരുന്നു കരാർ ഒപ്പിടൽ ചടങ്ങ് നടന്നത്. രാജ്യത്ത് 2 വർഷത്തിനുള്ളിൽ 1,700 സ്വദേശികൾക്ക് ബാങ്കിംഗ് മേഖലയിൽ നിയമനം നൽകും. 5 ബാങ്കുകളിലാണ് നിയമനമെന്ന് UAE സെൻട്രൽ ബാങ്ക് അറിയിച്ചു. ഇതിന്റെ ഭാഗമായി സാമ്പത്തിക മേഖലയിലെ എല്ലാ സ്ഥാപനങ്ങൾക്കും സ്വദേശിവൽക്കരണത്തിന്റെ വിശദാംശങ്ങൾ സെൻട്രൽ ബാങ്ക് കൈമാറി. അൽ ഐനിൽ നിന്നുള്ള 1,700 സ്വദേശികൾക്കാണ് ഈ വർഷവും അടുത്ത വർഷവുമായി നിയമനം നൽകുക. ഇൻഷുറൻസ് സൂപ്പർവൈസറി കമ്മീഷനുമായി സഹകരിച്ചാണ് സ്വദേശിവൽക്കരണം പൂർത്തിയാക്കുക എന്നും സെൻട്രൽ ബാങ്ക് അറിയിച്ചു. നിയമനത്തിന് മുന്നോടിയായി ബാങ്കിംഗ് മേഖലയിലെ സ്ഥാപനങ്ങളുടെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് പ്രതിനിധികളുമായി കൂടിക്കാഴ്ചകൾ പൂർത്തിയായി. എമിറേറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസുമായി സഹകരിച്ച് നിയമനത്തിനുള്ള ഓപ്പൺ ഹൗസും സംഘടിപ്പിച്ചു. ആവശ്യമായ തൊഴിൽ പരിശീലനം നൽകിയ ശേഷമാണ് ധനവിനിമയ സ്ഥാപനങ്ങളിലേക്കുള്ള നിയമനം. മുൻ വർഷത്തെ അപേക്ഷിച്ച് കഴിഞ്ഞ വർഷം രാജ്യത്തെ ബാങ്കിംഗ് രംഗത്തെ സ്ഥാപനങ്ങൾ 152.9% സ്വദേശിവൽക്കരണ ലക്ഷ്യം പൂർത്തീകരിച്ചതായി സെൻട്രൽ ബാങ്ക് വെളിപ്പെടുത്തിയിരുന്നു. ഇതോടെ ഇത്തരം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന സ്വദേശികളുടെ എണ്ണത്തിൽ 20.2% വർധനവാണ് കഴിഞ്ഞ വർഷം രേഖപ്പെടുത്തിയത്. ഒമാനിലെത്തിയ ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖുമായി കൂടിക്കാഴ്ച നടത്തി. അൽ ബർക്ക കൊട്ടാരത്തിൽ നടന്ന കൂടിക്കാഴ്ചയിൽ
നിലവിലെ ആഗോള പ്രാദേശിക വിഷയങ്ങളിൽ ഇരുപക്ഷവും ചർച്ച ചെയ്തു. മേഖലയിലും ലോകത്തിനും സമാധാനം, സുരക്ഷ, സുസ്ഥിരത എന്നിവയുടെ അടിത്തറ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിനുള്ള തങ്ങളുടെ രാജ്യങ്ങളുടെ പരസ്പര പ്രതിബദ്ധത ഇരുപക്ഷവും ആവർത്തിച്ചു. ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ അൽ ബുസൈദിയും UK അണ്ടർ സെക്രട്ടറി ഒലിവർ റോബിൻസും പങ്കെടുത്തിരുന്നു. ഇറാനിലെ തുറമുഖ നഗരമായ ബന്ദർ അബ്ബാസിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സ്ഫോടനത്തിൽ ഒമാൻ അനുശോചനം രേഖപ്പെടുത്തി. ദൗർഭാഗ്യകരമായ സംഭവത്തിൽ ഒമാൻ ദുഃഖം രേഖപ്പെടുത്തുകയും ഇരകളുടെ കുടുംബങ്ങൾക്കും സർക്കാരിനും ഇറാനിലെ ജനങ്ങൾക്കും ആത്മാർത്ഥ അനുശോചനം അറിയിക്കുകയും ചെയ്യുന്നതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പരിക്കേറ്റ എല്ലാവർക്കും വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്നും പ്രസ്താവനയിൽ പറഞ്ഞു. ബന്ദർ അബ്ബാസിനടുത്തുള്ള ഷാഹിദ് രാജിയിൽ നടന്ന സ്ഫോടനത്തിൽ 14 പേർ കൊല്ലപ്പെടുകയും 750 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഒമാനിൽ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് പരീക്ഷയ്ക്ക് വിദ്യാർത്ഥികൾ ഒരുങ്ങി. മസ്കറ്റ് ഇന്ത്യൻ സ്കൂളിലാണ് ഒമാനിലെ പരീക്ഷാ കേന്ദ്രം. മെയ് 4 ഞായറാഴ്ച നടക്കുന്ന പരീക്ഷയുടെ ഫലം ജൂൺ 14 പുറത്തുവിടും. ഒമാനിൽ നിന്നും 350ഓളം വിദ്യാർത്ഥികൾ ഇത്തവണ പരീക്ഷ എഴുതുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ ഹാൾ ടിക്കറ്റ് നേരത്തെ തന്നെ ലഭിച്ചു. പരീക്ഷാ സമയം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ഇതിനോടകം വിവരം ലഭിച്ചിട്ടുണ്ട്. പെൻ ആൻഡ് പേപ്പർ മോഡിലാണ് പരീക്ഷ നടക്കുക. പാസ്പോർട്ട് അല്ലെങ്കിൽ പാൻ കാർഡ് അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് നൽകുന്ന മറ്റേതെങ്കിലും ഔദ്യോഗിക രേഖകളുടെ ഒറിജിനൽ തിരിച്ചറിയൽ രേഖയായി കരുതേണ്ടതാണ്. മൊബൈൽ ഫോണുകളും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളും പരീക്ഷാ സെന്ററിന്റെ അകത്തേക്ക് അനുവദിക്കുന്നതല്ല. ഇത്തവണ ആദ്യഘട്ടത്തിലെ പരീക്ഷാ കേന്ദ്രങ്ങളുടെ പട്ടികയിൽ തന്നെ ഒമാൻ ഉൾപ്പെട്ടത് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ആശ്വാസമായി. കഴിഞ്ഞ 3 വർഷങ്ങളിലും ഒമാനിൽ നീറ്റ് പരീക്ഷാ കേന്ദ്രം അനുവദിച്ചിരുന്നു. ഒമാനിൽ നിന്നും 100 കണക്കിന് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുകയും ഉന്നത റാങ്ക് കരസ്ഥമാക്കുകയും ചെയ്തിരുന്നു. പലരും മികച്ച റാങ്ക് നേടി പട്ടികയിൽ ഇടം നേടുകയും ഉന്നത വിദ്യാഭ്യാസത്തിന് ചേരുകയും ചെയ്തു. ഇന്ത്യയിലെ മെഡിക്കൽ പ്രവേശന പരീക്ഷയ്ക്ക് ഒമാനിൽ ലഭ്യമായ പരിശീലന ക്ലാസുകളിൽ പങ്കെടുത്തും പേപ്പറുകളിൽ എഴുതിയും മെറ്റീരിയലുകൾ അവലോകനം നടത്തിയും തയ്യാറെടുത്ത വിദ്യാർത്ഥികൾക്ക് ഒമാനിൽ വെച്ച് തന്നെ പരീക്ഷ എഴുതാനാകുമെന്നത് ഏറെ ആശ്വാസകരമാണ്. ഒമാനിലെ പരീക്ഷാ കേന്ദ്രങ്ങളുടെ കുറവ് വിദ്യാർത്ഥികൾക്ക് തിരിച്ചടിയാണെങ്കിലും ഓൺലൈൻ ക്ലാസുകളും മറ്റും ഉപയോഗപ്പെടുത്തുകയാണ് വിവിധ പരീക്ഷാ വിദ്യാർത്ഥികൾ. ദോഫർ ഗവർണറേറ്റിലെ ഷെലിം വിലായത്തിലും ഹലാനിയ ദ്വീപുകളിലും നേരിയ ഭൂചലനം അനുഭവപ്പെട്ടു. പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 2:32 റിക്ടർ സ്കെയിലിൽ 5.0 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം റിപ്പോർട്ട് ചെയ്തതെന്ന് സുൽത്താൻ ഖാബൂസ് സർവകലാശാലയിലെ ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. സലാല നഗരത്തിന് ഏകദേശം 155 കിലോമീറ്റർ വടക്ക് കിഴക്കായി 4 കിലോമീറ്റർ ആഴത്തിലായിരുന്നു ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം.